ഹലോ ഗൈസ്, വെൽക്കം ടു അൻസസ്വീസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 എന്ന് പറയുന്ന ഡിവൈസാണിത്. ഇതിൽ നമ്മൾ ഇത്രയും ഗെയിംസ് കളിച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര FPS ആണ് കിട്ടുന്നത് എന്നുള്ളത് ഈ ഫോണിൻ്റെ തന്നെ ഡെവലപ്പർ മോഡിൽ നമുക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എത്ര ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടോ, നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഈസിയായിട്ട് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ഗെയിംസാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ നമ്മുടെ ഫോണ് 8GB RAM 256 ഇൻറ്റേർണൽ മെമ്മറി ഉള്ള വേരിയൻ്റാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ MediaTek Dimensity 6080 എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 11:50 സമയം. പിന്നെ 5G നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കുന്നത്. പിന്നെ 100% ബാറ്ററി ഫോണിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറിന് മുകളിലായിട്ട് ഈ മൊത്തം ഗെയിംസ് ഒന്ന് കളിച്ച് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അസ്ഫാൾട്ട് 9 തൊട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെ FPS കാണിക്കുന്നത് ഇതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇതൊന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. പിന്നെ ഇത് ഏത് ഗ്രാഫിക്സിലാണ് ഉള്ളത് ഞാൻ ഈ പ്ലേ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. സിക്സ്റ്റി FPS തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഫിനിഷ് ചെയ്തു. അപ്പോൾ 60 FPS റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഡിഫോൾട്ട് 60 FPS ആണ്. പിന്നെ വിഷ്വൽ ക്വാളിറ്റി ഡിഫോൾട്ട് ഉള്ളത് നമ്മൾ മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റിയിലാക്കിയായിരുന്നു. അപ്പോൾ ഈ ഹൈ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ കളിച്ചത്. അതിൽ തന്നെ നമുക്ക് 60 FPS കിട്ടുന്നുണ്ട്. ഇനി ഒരു പ്ലേയും കൂടി കളിച്ച് നോക്കാം. സിക്സ്റ്റി FPS ഇടയ്ക്ക് 55 റേഞ്ചിലേക്ക് കുറയുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് 60 പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് 60 അടുപ്പിച്ച് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അസ്ഫാൾട്ട് 9 ഓക്കെ ആണ്. നല്ല രീതിയിൽ തന്നെ ഈ മൊബൈലിൽ നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയും. ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്തായിട്ട് നമ്മൾ 3 പ്രാവശ്യം അസ്ഫാൾട്ട് 9 കളിച്ച് നോക്കി. നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹീറ്റിങ് ചെറിയൊരു വാമുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് BGMI. നമുക്ക് കളിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ 2 കാണിക്കുന്നുണ്ട് കേട്ടോ FPS. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ട ഈ സർഫസ് വ്യൂ എന്ന് പറയുന്ന തുടങ്ങുന്ന 2ാമത്തെ FPS ആണ് നമ്മൾ നോക്കേണ്ടത്. ഗ്രാഫിക്സ് ആൻഡ് ഓഡിയോയിൽ എടുത്താൽ നമുക്ക് കോമ്പാറ്റിലും ലോബിയിലും സ്മൂത്ത് അൾട്ര വരെയാണുള്ളത്. സ്മൂത്ത് എക്സ്ട്രീം നമുക്ക് അവൈലബിൾ അല്ല. പോക്കോ X6 നമ്മൾ നോക്കുമ്പോൾ സ്മൂത്ത് എക്സ്ട്രീം അവൈലബിൾ ആയിരുന്നു. എക്സ്ട്രീം എന്ന് പറയുന്ന 60 FPS വരെ കിട്ടുന്ന ആ ഒരു മോഡാണ്. അത് ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഒരു 40 FPS നമുക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിൽ നമുക്ക് മാക്സിമം പ്ലേ ചെയ്യാൻ പറ്റുക. മാക്സിമം ഫ്രെയിം റേറ്റ്. ഗ്രാഫിക്സ് നമുക്ക് ബാലൻസ് HDR പറ്റില്ല. HD ഗ്രാഫിക്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ഇവിടെ നമ്മൾ സ്മൂത്ത് അൾട്ര മാക്സിമം FPS ആണ് ഇതിൽ കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ഗ്രാഫിക്സിൽ അൾട്ര നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കോമ്പാറ്റിലും ലോബിയിലും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 40 FPS ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ 1-2 ഗെയിം പ്ലേ ഒക്കെ നമ്മൾ ഇതിൽ കളിച്ച് നോക്കാം. മാക്സിമം അരമണിക്കൂർ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് 40 FPS റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പബ്ജിയിൽ അല്ലെങ്കിൽ BGMIയിൽ കുറച്ചൊന്ന് ഫോൺ വാമായി വരും. അത് നമ്മൾ പോക്കോ X6 കണ്ടതാണ്. ഇവിടെ ചെറിയൊരു വാമിങ്ങനെ വരുന്നുണ്ട്.
ഇവിടെയൊക്കെ നമുക്ക് 40 FPS റേഞ്ചിൽ കിട്ടുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. 39-40 ആ റേഞ്ചിൽ തന്നെയാണ്. ഓക്കെ, ഇതുവരെ നമുക്ക് 39-40 ആ റേഞ്ചിൽ തന്നെയാണ് FPS കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം 20 മിനിറ്റോളം ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 40 FPS ആ റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വാമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രെയിം ഡ്രോപ്പ് വന്നു 30 FPS ആ റേഞ്ചിലേക്ക്. ഓക്കെ, വീടാൻ. അപ്പോൾ നമുക്ക് 40 FPS കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു 30 FPS മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഗെയിം പ്ലേ സ്മൂത്താണ്. നമ്മൾ ഈ ഗ്രാഫിക്സ് ആൻഡ് ഫ്രെയിം റേറ്റ് നമ്മൾ സ്മൂത്ത് ആൻഡ് അൾട്ര ഈ ഒരു മോഡലിടുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൽ മാക്സിമം നമുക്ക് കളിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറോളം PUBG കളിച്ചു. ഇനി നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് കളിക്കാനുള്ളത് കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് ഗ്രാഫിക്സ് എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. നമ്മൾ സെറ്റിങ്സ് പോയിട്ട് ഓഡിയോ ആൻഡ് ഗ്രാഫിക്സിൽ നമുക്ക് ഗ്രാഫിക്സ് ക്വാളിറ്റി മീഡിയം വരെ ഇടാൻ പറ്റുള്ളൂ. ഹൈ അല്ലെങ്കിൽ മാക്സ് ഓപ്ഷൻ ഇല്ല. നമുക്ക് പോക്കോ X6 ആ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇതിൽ മീഡിയം ഗ്രാഫിക്സിലാണ് നമുക്ക് കളിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് നമുക്ക് ഹൈ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കളിച്ച് നോക്കാം. അപ്പോൾ 60 FPS നമുക്ക് കിട്ടും എന്ന് വിചാരിക്കാം. മീഡിയം ഗ്രാഫിക്സ് അല്ല, അപ്പോൾ കിട്ടേണ്ടതാണ്. ഓക്കെ, എന്തായാലും നോക്കാം, ഇതൊന്ന് കളിച്ച് നോക്കാം. നമുക്കിപ്പോൾ 60 FPS അടുപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഏകദേശം 1-2 ഗെയിം പ്ലേ നമുക്ക് ഇതിലൊന്ന് കളിച്ച് നോക്കാം. ഉഫ്, 60 FPS അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഇവന്മാരെന്തൊക്കെയായിട്ടാണ് വരുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ് അമ്മമാർ വൻ അടിയാണല്ലോ. 40 ടൈപ്പ് തന്നെ, നമ്മൾ 20. പക്ഷേ 60 FPS കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ജയിച്ചു, അമ്മമാർ ജയിച്ചു. പെരുങ്കളായിരുന്നു അമ്മമാർ. ഇപ്പോൾ 12:30 ആയി. ഏകദേശം 45 മിനിറ്റിൻ്റെ മേലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ടോട്ടൽ. എന്തായാലും ഒന്നുകൂടി കളിച്ച് നോക്കാം.
വിക്ടറി. നമുക്ക് 60 FPS കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഗ്രാഫിക്സ് മീഡിയം ഉള്ളൂ. ഓക്കെ, അതിൽ നമുക്ക് പ്ലേയബിളാണ്. ഓക്കെ, ഇനി അടുത്ത ഗെയിമിലേക്ക് പോകാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോളാണ്. അത് കളിച്ച് നോക്കാം. ഇപ്പോൾ ടോട്ടൽ നമ്മൾ 55 മിനിറ്റിൻ്റെ അടുത്ത് ഗെയിം പ്ലേ ആയിട്ടോ. ഇവിടെ നമ്മൾ ഗ്രാഫിക്സ് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് സ്റ്റാൻഡേർഡ് അത് ഹൈ ആക്കാം. എന്നിട്ട് ഫ്രെയിം റേറ്റ് നമുക്ക് 60 FPS ആക്കി നോക്കാം. അതിൽ കളിച്ച് നോക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇതുവരെ കളിച്ച ഗെയിം വെച്ചിട്ട് വാംനെസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വാമുണ്ട്, ആ രീതിയിൽ തന്നെ ഉള്ളൂ. ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. നമ്മൾ പോക്കോ X6 കേസിൽ എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചൊരു വാമായിരുന്നു. പക്ഷേ പോക്കോ X6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും ഗ്രാഫിക്സിൽ ഇതിനേക്കാളും FPS ചില ഗെയിമിലൊക്കെ കാണിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പബ്ജിയൊക്കെ നമുക്ക് 60 FPS തുടക്കത്തിൽ കിട്ടും, പിന്നെ 40 ആ റേഞ്ചിലേക്ക് കുറയുന്ന കേസായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്ര ഗ്രാഫിക്സും അത്ര ഫ്രെയിം റേറ്റും നമുക്ക് പബ്ജിയിലോ അല്ലെങ്കിൽ BGMIയിലോ കിട്ടിയിട്ടില്ല. ഓക്കെ, നമുക്കിതൊന്ന് കളിച്ച് നോക്കാം. ഇപ്പോഴൊക്കെ 60 FPS റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 55 ആ റേഞ്ചിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു 55-60 ആ റേഞ്ചിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഹാഫ് ടൈം ആയപ്പോൾ മറ്റവും പോയി. ഇനി നമുക്ക് ഒരു പ്ലേയും കൂടി കളിച്ച് നോക്കാം, ഒരു ഹാഫ് ടൈം വരെ. ഇപ്പോൾ 12:54 1 മണിക്കൂറിൻ്റെ മുകളിലായി നമ്മൾ ടോട്ടൽ ഗെയിം കളിക്കുന്നു. 82% ആയി ബാറ്ററി. അപ്പോൾ ഈ ഫുട്ബോളിൻ്റെ കേസ് എടുക്കാതെ നമുക്ക് 60 FPS കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ പോക്കോ X6 ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ 30 FPS കുറഞ്ഞു വന്നിരുന്നു. അതിവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ പോക്കോ X6 കളിച്ചതിനേക്കാളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് FPS കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞു കേട്ടോ, 49 ആ റേഞ്ചിലേക്ക് ഇടയ്ക്ക് കുറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹൈ ഗ്രാഫിക്സിലാണ് ഉള്ളത്. ഗ്രാഫിക്സ് കുറച്ചാൽ നമുക്ക് എന്തായാലും 60 കിട്ടേണ്ടതാണ്. നമ്മുടെ ഗോളി അടിപൊളിയാണ്. ഇപ്പോൾ ഫ്രണ്ട് ഡ്രോപ്പ് കുറഞ്ഞ പോലെ ഉണ്ട്, ഫ്രണ്ട് ഡ്രോപ്പ് വന്ന പോലെ ഉണ്ട്. യെസ്, നമുക്ക് FPS നോക്കിയാൽ ഇപ്പോൾ കണ്ടില്ല, FPS ഇടയ്ക്ക് ഇങ്ങനെ കുറയുന്നുണ്ട്. പോക്കോ X6 പോലും ഹൈ ഗ്രാഫിക്സിൽ നമ്മൾ കളിക്കുമ്പോൾ 30 FPS കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്ര ഒരു കുറച്ചിലില്ല, എന്നാലും കുറവ് തന്നെയാണ്. അവന്മാർ നല്ല കളിയാണ്. നല്ല കളിയല്ല, ഞാൻ തീരെ കളിയില്ല, അതുകൊണ്ട് അവന്മാർ ഗോളടിച്ചു. ഇപ്പോൾ സ്റ്റട്ടറിങ് ഇടയ്ക്ക് വരുന്നുണ്ട്, FPS കുറയുന്നുണ്ട്, 40 ആ റേഞ്ചിലേക്ക് ആവുന്നുണ്ട്. നമ്മുടെ ചെക്കൻ ഗോളടിക്കാൻ പോയിരുന്നു. അപ്പോൾ ഹൈ ഗ്രാഫിക്സിൽ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റട്ടറിങ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഹാഫ് ടൈം ആയി. നമുക്ക് ഈ കളി മതിയാക്കിയിട്ട് അടുത്ത കളി നോക്കാം. അടുത്ത കളി ജെൻഷൻ ഇമ്പാക്റ്റ് ആണ്, അത് കളിച്ച് നോക്കാം. ജെൻഷൻ ഇമ്പാക്റ്റൊക്കെ ഇതിൻ്റെ മാക്സ് ആണ് ഈ ഒരു ഫോണിൽ. നമുക്കറിയാം ഒരു മീഡിയം റേഞ്ച് പെർഫോമൻസ് തരുന്ന പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം 30 FPS ആ റേഞ്ചിൽ അതുണ്ടാവില്ല. നമ്മൾ പോക്കോ X6 കളിച്ചപ്പോഴും നമുക്ക് 30 FPS മാക്സിമം കിട്ടിയത്. പിന്നെ അങ്ങനെ കുറഞ്ഞ ഇടയ്ക്കൊക്കെ 18 FPS വരെയൊക്കെ ആയിരുന്നു. നമുക്ക് ഇവിടെ കാണിക്കുന്ന ടെമ്പറേച്ചർ 45 ആ റേഞ്ചിലൊക്കെയാണ്. അത് ഇൻറ്റേർണൽ ടെമ്പറേച്ചറാണ്, പുറമേക്ക് അത്ര ടെമ്പറേച്ചറൊന്നുമില്ല. എന്നാലും ഒരു വാംനെസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. ഓക്കെ, എന്താണെന്നറിയില്ല, ഈ ഫുട്ബോൾ കളിച്ചപ്പോൾ കുറച്ചധികം വാമായി.
കണ്ടില്ലേ ഇപ്പം തന്നെ 1923 ഇടയ്ക്കിടയ്ക്ക് സ്റ്റട്ടറിങ് ഉണ്ട്. കണ്ടില്ലേ പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാണ്, സ്റ്റട്ടറിങ് നല്ലോണം ഉണ്ട്. നമുക്ക് ഈ ഗെയിം കുറച്ചൊക്കെ നമുക്ക് പോക്കോ X6 കളിക്കാൻ പറ്റുമായിരുന്നു, ഇതിൽ പക്ഷേ അങ്ങനെ പറ്റുന്നില്ല. നന്നായിട്ട് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട് കേട്ടോ, ലാഗ് പോലെ തന്നെ ഉണ്ട്. കണ്ടില്ലേ 1918 അങ്ങനെയാണ് FPS കിട്ടുന്നത്. ഓക്കെ, ഫോണ് വാംനെസ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കളിക്കാൻ പറ്റില്ല, തീരെ കളിക്കാൻ പറ്റില്ല, ആ രീതിയിലാണുള്ളത്. നല്ല ഒരു ലാഗ് ഉണ്ട്. ലാഗ് എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് തീരെ ഇല്ലാത്തതിൻ്റെ ആ ഒരു ലാഗ്നെസ് നമുക്ക് മൂമെൻറ്റിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ മൂവ് ചെയ്താലൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ പോലെയാണ്. ഓക്കെ, അപ്പോൾ ജംഗ്ഷൻ ഇമ്പാക്റ്റ് നമുക്ക് ഈ ഫോണിൽ അങ്ങനെ കളിക്കാൻ പറ്റില്ല. പോക്കോ X6 നമുക്ക് കുറച്ചൊക്കെ കളിക്കാം, അത്രേ പറ്റുള്ളൂ. ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ പോക്കോ X6 നമുക്ക് കളിക്കാൻ പറ്റില്ല, ആ രീതിയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഫ്രീ ഫയർ മാക്സ് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. ഡിസ്പ്ലേ സെറ്റിങ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രാഫിക്സ് സ്മൂത്ത്, സ്റ്റാൻഡേർഡ്, അൾട്രാ മാക്സ്. ഇതിൽ നമ്മൾ മാക്സിൽ കളിച്ച് നോക്കാം. സെലക്ട് ഹയർ ഗ്രാഫിക്സ് മേക്കോസ് ഡിവൈസ് എക്സ്പീരിയൻസ് കളിച്ച് നോക്കാം. ഹൈ റെസൊല്യൂഷൻ ഹൈ കൊടുക്കാം, ഷാഡോ ഓൺ കൊടുക്കാം, അതേപോലെ തന്നെ FPS ഹൈ കൊടുക്കാം. ഇങ്ങനെയൊന്ന് കളിച്ച് നോക്കാം. ഇതിലിങ്ങനെ വാണിങ് വരും. 60 FPS നമുക്ക് ചിലപ്പോഴൊക്കെ കിട്ടും, എന്നിട്ട് കുറയായിരുന്നു പോക്കോ X6. പക്ഷേ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പക്ഷേ പോക്കോ X6 നമ്മൾ അൾട്രാ ഗ്രാഫിക്സിലൊക്കെ ആക്കിയിട്ട് മാക്സ് ഫ്രെയിം റേറ്റിൽ നമുക്ക് 60 FPS കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടുമോയെന്നറിയില്ല, നോക്കാം. ഇത് ഇടിക്കുമ്പോൾ തന്നെ നമുക്ക് FPS കുറയുന്നുണ്ട്. ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട് കേട്ടോ, 40 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. അവിടെയൊക്കെ കുറയുന്നുണ്ട്, 30 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊരു ലാഗും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ചില ടൈമിലൊക്കെ 60 FPS കിട്ടുന്നുണ്ട്, പക്ഷെ മൂവ്മെൻറ്റ് കൂടുതലായിട്ട് വരുമ്പോൾ FPS മാറുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ 30-35 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രെയിം ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എക്സിറ്റ് അടിച്ചിട്ട് രണ്ടാമത് ഡിസ്പ്ലേയിൽ പോയിട്ട് അൾട്രയിലേക്ക് മാറ്റിയിട്ട് ഓക്കെ ഇങ്ങനെ നോക്കാം. നമുക്ക് ഇപ്പോൾ 60 FPS ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കളിച്ച് നോക്കാം. ഒക്കെ ഇടയ്ക്ക് ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്. ഇടയ്ക്കൊരു 48-50 തൊട്ട് താഴെയായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊക്കെ പ്ലേയബിളാണ്. ഇനിയും ഗ്രാഫിക്സ് കുറച്ചാൽ ഇനിയും നമുക്ക് ഫ്രെയിം റേറ്റ് കിട്ടും. അതല്ല 30 FPS നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഫ്രെയിം റേറ്റ് കുറച്ചിട്ട് കളിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഫ്രീ ഫയറിൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മിനിമൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 1:20 സമയം, ഏകദേശം 1.5 മണിക്കൂർ ആ റേഞ്ചിൽ നമ്മൾ ഗെയിം കളിച്ചു. 73% ബാറ്ററി ആയത്. ഓക്കെ, അപ്പോൾ 100 73 27%, 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചപ്പം
അപ്പോൾ നമുക്ക് 4-5 മണിക്കൂർ നമുക്ക് പോക്കോ X6 പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഗെയിംസൊക്കെ കളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ MediaTek 6080 എന്ന് പറയുന്ന പ്രൊസസ്സർ അത്യാവശ്യം പെർഫോം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഹൈ ഗ്രാഫിക്സ് പല ഗെയിംസിൽ കാണിക്കുന്ന പോലുമില്ല. ഇനി കളിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജംഗ്ഷൻ ഇമ്പാക്റ്റ് നമുക്ക് തീരെ കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പോക്കോ X6 ജംഗ്ഷൻ ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ചില ഗെയിംസിലൊക്കെ നമുക്ക് ഹൈ ഗ്രാഫിക്സിലൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറുതായിട്ടൊരു വാമൊക്കെ ഉണ്ട്. ചില ഗെയിംസ് കളിക്കുമ്പോൾ കുറച്ചധികം വാം ആവുന്നുണ്ട്. വാം എന്ന് പറഞ്ഞാൽ വാമാണ്, ഓവർ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.